അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലി സലാമൻ ദാമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതഖലാ ബിഹിൽ ഹവായിജു വതനാലു ബിഹി റഗായിബു വഹുസ്നുൽ ഹവാതിമ വയുസ്തസ്ഖലു അമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂം ലക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അൽഹംദുലില്ലാഹ്. നിങ്ങൾ വീഡിയോ കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ ഞാൻ ആരെങ്കിലും കമൻറ്റ് ഇട്ടിക്കണോ നോക്കും. എനിക്ക് അത്രക്കും ഇഷ്ടമാണ് നിങ്ങൾ കമൻറ്റ് ഇട്ടത് കൂടിയും കാണാൻ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇനി ഒന്നും നമുക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ ഒരു അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യണം. വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയണത് നമ്മളെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഘട്ടത്തെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പോയി പറയും. പിന്നെ നമുക്ക് ടെൻഷനാവും. ഓല് അത് മറ്റവരോട് പറഞ്ഞിക്കാണ്ട് അതൊരു പ്രശ്നമായി മാറുമോ, അതെന്തെങ്കിലും ഉണ്ടാവുമോ. എനിക്കത് നല്ലോണം ഉണ്ടാകലുണ്ട് കേട്ടോ. കാരണം നമ്മളറിയാൻ വേണ്ടി ചിലപ്പോൾ അബദ്ധത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം മൂലം നമ്മൾ പെട്ടെന്നാണ് പറഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഭയങ്കര വേവലാതിയേക്കാരം. ഇനി അവരെന്തെങ്കിലും പറയുമോ, അവർ കുടുംബ പ്രശ്നം ഉണ്ടാക്കുമോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അത് അവരോട് പറയാൻ പറ്റുമോ, പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടാകുമോ. നമ്മൾ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം അത് മറ്റുള്ളവരോട് പറയാനും. എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ കേട്ടോ. അത് ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. അപ്പോൾ ഞാൻ ഇത്രേ ഉള്ളൂ പറയണത്. നമ്മളെന്തെങ്കിലും നമ്മളെ ആൾക്കാരോടല്ല, ഇപ്പം നമ്മളെ വീട്ടിൽ ഉമ്മ ഇപ്പ നമ്മളെ സഹോദരന്മാർ അങ്ങനെയല്ല, അല്ലാതെ ഈ പുറത്തിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് അവർ ചിലപ്പോൾ നമ്മളെ ഉള്ളറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് കുത്തി ചോദിക്കാൻ അറിയുമല്ലോ. അങ്ങനെ ഉള്ളെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയും. അതിൽ അകപ്പെട്ട് പോകുന്നത് അവസാനം നമ്മളാക്കാരം. നമ്മളതിലേക്ക് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ സത്യമില്ല വിചാരിച്ചിട്ട് നമ്മൾ അവരൊപ്പം കൂടിയിട്ട് അങ്ങനെ പറയും. പക്ഷെ അവർ നമ്മളെ ചതിക്കുന്നവരാകാം. അത് നമുക്ക് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്നതിന് മുമ്പ് നല്ലോണം 1, 2, 3 വട്ടം ആലോചിച്ചിട്ട് വേണം പറയാൻ. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പരിഹാരം കിട്ടണ ഒരു സൂറത്തുണ്ട്, സൂറത്ത് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാം. ഞാൻ കാരണം അവിടെ ഒരു കുടുംബ പ്രശ്നമോ ഒരു വഴക്കോ ഒന്നും ഉണ്ടാവരുതെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നമുക്ക് എന്തായാലും അവിടെ ഒരു അമരടി അവിടെ ഉണ്ടാകലുണ്ട് കേട്ടോ. എൻ്റെ സാഹചര്യത്തിൽ അവിടെ അങ്ങനെ ഉണ്ടാവലുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചെയ്ത് നോക്കുകൊണ്ടി. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഹലാലായ എന്തെങ്കിലും കാര്യം, ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഫോം പൂരിപ്പിച്ചാനോ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട അക്ഷയ്ക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളത് ശരിയാകാതെ പോരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാതും സെറ്റാക്കി നമ്മൾ നേരത്തെ പോയിട്ട് ഒന്നും ശരിയാവാതെ നമ്മൾ മടങ്ങി വരുന്നത് പിന്നീട് അതിന് പോകേണ്ട അവസ്ഥ വരാതിരിക്കാനൊക്കെ നമ്മൾ ഇറങ്ങണതിൻ്റെ മുമ്പ് ഒരു സൂറത്ത് യാസീൻ ഓതുക. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അത് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മളോട് അടുക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ലോൺ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം കിട്ടും.
അതുപോലെ തന്നെ അങ്ങനെ ഏതൊരു കാര്യത്തിനും നമ്മൾ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ സൂറത്തു യാസീൻ ഓതിയാൽ അതിന് തീർച്ചയായിട്ടും ഫലമുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെ ഞാൻ പറയാതെ തന്നെ നിങ്ങളെ ജീവിതത്തിൽ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫലം കിട്ടിയിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ആവശ്യപൂർത്തീകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹം നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും നടക്കൂല എന്ന് എഴുതി തള്ളപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആഗ്രഹം നടന്ന് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സൂറത്ത് യാസീൻ ഒരു നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട്, അതായത് 7, 14, 21, 41 ഈ ഒരു രീതിയിൽ ആദ്യം 7 വട്ടം ഓതുക. എന്നിട്ട് നമ്മളെ ആഗ്രഹം അള്ളാഹുവിനോട് പറയാം. എന്നിട്ടും സാധിച്ചിട്ടില്ലെങ്കിൽ അത് 14 വട്ടമാക്കി ഓതുക. എന്നിട്ടും സാധിച്ചിട്ടില്ലെങ്കിൽ 21 വട്ടം അല്ലെങ്കിൽ 41 വട്ടം. ഇതിൽ ഏതെങ്കിലും പ്രാവശ്യം ഏതെങ്കിലും തവണ നമ്മൾ ഓതി തീർക്കുമ്പോഴേക്കും നമ്മളെ ആഗ്രഹം അവിടെ നടന്നു കിട്ടും. ഷുവറാണ്, ഉറപ്പാണ്. അങ്ങനെ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതൊന്നും ചെയ്യണില്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ വെറും അത് റീഡ് ചെയ്ത് പോവുക, കണ്ടു പോവുക എന്നല്ലാതെ ചെയ്യണില്ലെങ്കിൽ പിന്നെ ഞാൻ അത് പറയണതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? നിങ്ങളത് കാണുന്നതിന് നിങ്ങളെ സമയം വേസ്റ്റ് ആക്കുന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് അറിവ് തരാൻ വിചാരിച്ചിട്ട്, അറിവ് പകർന്നു തരാൻ വിചാരിച്ചിട്ട് ഞാനിവിടെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.